ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റൈസേഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക് കൺസെപ്റ്റ് ജസ്റ്റ് എന്താണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തറോ റീഡിങ് നടത്തുക. ഓക്കെ, നോക്കാം എന്താണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. Securitization is the transformation of liquid non-marketable asset into securities which are liquid and marketable asset. അപ്പം അതായത് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയണമെങ്കിൽ ഓരോ ഓർഗനൈസേഷന് അകത്തുള്ള അവരുടെ എന്താണ് ലിക്വിഡ് അസറ്റ് അതുപോലെ തന്നെ നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള അസറ്റിനെ സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള ലിക്വിഡ് അസറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക, സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനെയാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. In India, it is still in the infancy stage. Till date, only few investors have availed of this procedure. ഇന്ത്യയിൽ ഇന്ന് ഇപ്പോഴും അത് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റൈസേഷൻ അത്ര പോപ്പുലർ ആയിട്ടില്ല. ഓക്കെ, ആ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും കുറച്ച് കമ്പനികൾ മാത്രമാണ് ഈ സെക്യൂരിറ്റൈസേഷൻ എന്ന പ്രോസസ്സ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമുക്ക് എന്താണ് ഇതില് പാർട്ടീസ് ആരൊക്കെയാണ്? പാർട്ടീസ് ടു സെക്യൂരിറ്റൈസേഷൻ ട്രാൻസാക്ഷൻ. ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൽ ഏതൊക്കെ പാർട്ടീസ് വരുന്നുണ്ട്? ഒറിജിനേറ്റർ, ഫസ്റ്റ് ഒന്നാമത്തെ മെയിൻ പാർട്ടി ഒറിജിനേറ്റർ ആണ്. ദ എൻറ്റിറ്റി ഓർ ദ ഓർഗനൈസേഷൻ വിച്ച് സെക്യൂരിറ്റൈസസ് ഇറ്റ്സ് അസറ്റ് ഈസ് കോൾഡ് ദി ഒറിജിനേറ്റർ. അപ്പോൾ ഏത് കമ്പനിയാണോ അവരുടെ അസറ്റ് സെക്യൂരിറ്റൈസ് ചെയ്യുന്നത് ആ സ്ഥാപനത്തിനെ വിളിക്കുന്ന പേരാണ് ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കമ്പനിയിലാണ് നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. ഞാൻ അതിനെ സെക്യൂരിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ എൻ്റെ കമ്പനിയാണ് ഇവിടെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒറിജിനേറ്റർ സെൽ ദ അസറ്റ് ഓൺ ഇറ്റ്സ് ബുക്സ് ആൻഡ് റിസീവ്സ് ഫണ്ട് ജനറേറ്റഡ് ഫ്രോം സച്ച് എ സെയിൽ. അപ്പോൾ ഒറിജിനേറ്റർ എന്ത് ചെയ്യുന്നു? ഈ നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഫണ്ടിനെ സെക്യൂരിറ്റൈസ് ചെയ്തിട്ട് അതിനെ സെല് ചെയ്യുന്നു, അവർ അതിലൂടെ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്താണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, SPV. അടുത്ത പാർട്ടിയാണ്. SPV is the entity which would typically buy the asset to be securitized from the originator. അതായത് ഒറിജിനേറ്റർ സെക്യൂരിറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ അസറ്റ് വാങ്ങുന്ന പാർട്ടീനെ വിളിക്കുന്ന പേരാണ് SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് പേര് വിളിക്കുന്നത്. ഓക്കെ, the main objective of securitization is to remove the asset from the balance sheet of the originator. അതായത് ഈ സെക്യൂരിറ്റൈസേഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒറിജിനേറ്ററുടെ ബാലൻസ് ഷീറ്റിൽ അങ്ങനത്തെ അസറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. The SPV play an important role in the entire process of securitization. സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൽ മേജർ റോൾ വഹിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടിയാണ് SPV എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ SPV ആണ് ഒറിജിനേറ്ററുടെ കയ്യിൽ നിന്നും ആ സെക്യൂരിറ്റൈസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി വാങ്ങുന്നത്. Then അടുത്ത പാർട്ടിയാണ് ഇൻവെസ്റ്റേഴ്സ്. The person, legal or natural, who invest the money to purchase the securities are called investors. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഒറിജിനേറ്ററുടെ കയ്യിൽ നിന്നും SPV വാങ്ങിയ ആ സെക്യൂരിറ്റിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇൻഡിവിജ്വൽ ആകാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, ബാങ്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, മ്യൂച്വൽ ഫണ്ട് ആവാം, പ്രൊവിഡന്റ് ഫണ്ട് ആവാം, സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദേ ഗെറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ആസ് പെർ അഗ്രിമെന്റ്. അവർക്ക് എന്ത് കിട്ടും? ആ ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് അഗ്രിമെന്റ് പ്രകാരം അവർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ പാർട്ടി ഇൻവെസ്റ്റേഴ്സ്. നാലാമത്തെ പാർട്ടി ഒബ്ലിഗർ. ഒബ്ലിഗർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ ഒബ്ലിഗർ ആർ ദ ഒറിജിനൽ ബോറോവർ ഹൂ ടുക്ക് ലോൺ ഫ്രം ദി ഒറിജിനേറ്റർ. അതായത് എൻ്റെ കയ്യിൽ നിന്നും, അതായത് ഇപ്പം നേരത്തെ ഫാക്ടറിങ് ചെയ്ത പോലെ തന്നെ നമുക്ക് ബില്ല് തന്നിട്ടുള്ള അല്ലെങ്കിൽ ആ റിസീവബിൾസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡെപ്റ്റ്, ആ നമ്മുടെ ഡെപ്റ്റർ ആരാണോ ആ ഡെപ്റ്ററെ വിളിക്കുന്ന പേരാണ് ഒബ്ലിഗർ എന്ന് പറയുന്നത്. അത് അവരാണ് ഒറിജിനേറ്ററുടെ കയ്യിൽ നിന്നും കടത്തിനോ അല്ലെങ്കിൽ ലോണോ എടുത്തിട്ടുള്ളത്. ഓക്കെ, ദ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഫ്രം ഒബ്ലിഗർ ഈസ് ദ അസറ്റ് ദാറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു an SPV. അതായത് ഒബ്ലിഗറുടെ കയ്യിൽ നിന്നും, അതായത് ഡെപ്റ്റർ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡെപ്റ്റർ ആയിട്ടുള്ള വ്യക്തി അയാളാണ് ഒബ്ലിഗർ, ഞാനാണ് ഒറിജിനേറ്റർ. ഓക്കെ, അപ്പോൾ ഒബ്ലിഗറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ആ എമൗണ്ട് ആണ് നമ്മുടെ അസറ്റായിട്ട് മാറുന്നത്. ആ അസറ്റാണ് നമ്മൾ SPVക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
The credit standing of the debtor is the utmost importance in securitization transaction. അപ്പോൾ ദ ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ഓഫ്, അതായത് ഒബ്ലിഗറുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ആ ക്രെഡിറ്റ്, അതാണ് ഇവിടുത്തെ എന്ത് സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്? ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അസൈൻ റേറ്റിംഗ് ഫോർ ദി സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഇൻ ദി പ്രോസസ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ. അപ്പോൾ സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൽ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഒരു സെപ്പറേറ്റ് ഏജൻസിയാണ്. അവരെന്ത് ചെയ്യുന്നു? അതിന് ഏജൻസി ക്രെഡിറ്റ് റേറ്റ് തീരുമാനിക്കുന്നു. ഓക്കെ, അവർ ക്രെഡിറ്റ് റേറ്റ് ഇടുമ്പോൾ എന്താണ്, നമുക്ക് ഒന്നും കൂടി നമ്മുടെ സെക്യൂരിറ്റി വിറ്റ് പോകാൻ അത് സഹായിക്കും. നല്ല ക്രെഡിറ്റ് റേറ്റ് ഉള്ള നമ്മുടെ എന്താണ് സെക്യൂരിറ്റിക്ക് നല്ല ക്രെഡിറ്റ് റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഒന്നും കൂടി നമ്മുടെ സെക്യൂരിറ്റി എന്താണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ കിട്ടാൻ അത് സഹായിക്കും. അതാണ് അഞ്ചാമത്തെ പാർട്ടി, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. 6 സർവീസർ. സർവീസർ, ആറാമത്തെ പാർട്ടി സർവീസറാണ്. ഇറ്റ് കളക്ട് പേയ്മെന്റ് ഡ്യൂ ഫ്രം ദി ഒറിജിനൽ ഡെപ്റ്റർ ആൻഡ് പാസ് ഇറ്റ് ടു ദി SPV. സർവീസർ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഒറിജിനൽ ഡെപ്റ്റർ ഉണ്ടല്ലോ, അത് ഒബ്ലിഗറുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ട് അത് SPVക്ക് നൽകുന്ന ആളെയാണ് സർവീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് റിസീവിംഗ് ആൻഡ് പേയിങ് ഏജന്റ്. അപ്പോൾ സർവീസർ നമുക്ക് റിസീവിംഗ് ആൻഡ് പേയിങ് ഏജന്റ് എന്നും അവരെ വിളിക്കുന്നുണ്ട്. അടുത്താണ് ക്രെഡിറ്റ് എൻഹാൻസർ. എ ബാങ്ക് ഓർ എൻ ഇൻഷുറർ that provide credit support through a letter of credit guarantee or other assurance is called credit enhancer. അതായത് നമുക്ക് ക്രെഡിറ്റ്, ഒരു ബാങ്കോ അല്ലെങ്കിൽ എന്താണ് ഇൻഷുറർ, അവരെന്ത് ചെയ്യുന്ന ക്രെഡിറ്റ് സപ്പോർട്ട്, ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഗ്യാരണ്ടി അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റ്സ് നൽകിക്കൊണ്ട്, മറ്റ് തരത്തിലുള്ള ഗ്യാരണ്ടി നൽകിക്കൊണ്ട് നമുക്ക് ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് നൽകുന്ന സ്ഥാപനത്തിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് എൻഹാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും 6 പാർട്ടീസ് ആണ് ഇവിടെ ഉള്ളത് സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിൽ ഉള്ളത്. 1 ഒറിജിനേറ്റർ, SPV, ഇൻവെസ്റ്റർ, ഒബ്ലിഗർ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, സർവീസർ, ക്രെഡിറ്റ് എൻഹാൻസർ. സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ, അതിനാണ് ഒറിജിനേഷൻ. ഒറിജിനേഷൻ എന്നാൽ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ ബാങ്ക് ഓർ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദി NBFC ദാറ്റ് ഹാസ് ഡിസൈഡഡ് ടു സെക്യൂരിറ്റൈസ് ഇറ്റ്സ് അസറ്റ് ഈസ് നോൺ ആസ് ദ ഒറിജിനേറ്റർ. ഏത് സ്ഥാപനമാണ് അവരുടെ അസറ്റ് സെക്യൂരിറ്റൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ആ സ്ഥാപനത്തിനെ വിളിക്കുന്ന പേരാണ് ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ഈ ഒറിജിനേറ്റർ എന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിലുള്ള അസറ്റിനെ അവരെന്ത് ചെയ്യുന്നു? ഈ ഒറിജിനേഷൻ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? അവരുടെ ബാലൻസ് ഷീറ്റിലുള്ള ഇത്തരത്തിലുള്ള നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള എന്താണ് അസറ്റുകളെ എന്ത് ചെയ്യുന്നു? അവര് SPVക്ക്, അതായത് സെക്കൻഡ് പാർട്ടിക്ക് നൽകാൻ വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെക്കുന്നു. അത്തരത്തിലുള്ള അസറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള പറയുന്നത് ഹയർ പർച്ചേസ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ബാലൻസ്, മോർട്ട്ഗേജ്, ട്രേഡ് ഡെപ്റ്റർ, ലീസ് റിസീവ്സ് എക്സെട്ര. then അടുത്ത പൂളിംഗ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പൂളിംഗ്. ദ അസറ്റ്, അതായത് റിസീവേഴ്സ് ഓഫ് ഹോമോജിനിയസ് നേച്ചർ, ഒരേ നേച്ചറിലുള്ള റിസീവേഴ്സിനെ എന്ത് ചെയ്യുന്നു? പൂൾ ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. അതാണ് പൂളിംഗ് എന്ന് പറയുന്നത്. പൂളിംഗ് ഓഫ് അസറ്റ് ഈസ് ഡൺ ബിക്കോസ് സ്മോൾ അസറ്റ് കനോട്ട് ബി സോൾഡ് ഇൻഡിവിജ്വലി. അതായത് പൂളിംഗ് എന്തിനാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ അസറ്റ് ഇൻഡിവിജ്വലി നമുക്ക് സെല്ല് നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു പൂളായിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. ദർ ആഫ്റ്റർ ദ പൂൾഡ് അസറ്റ് ആർ സോൾഡ് ആർ അസൈൻഡ് ടു തേർഡ് പാർട്ടി വിച്ച് ഇസ് കോൾഡ്. അതിനുശേഷം ആ പൂൾ ചെയ്ത് വെച്ച അസറ്റ് നമ്മൾ വിൽക്കുന്നു. ആ ഏറ്റെടുക്കുന്ന ആ പാർട്ടിയെ വിളിക്കുന്നവരാണ് SPV എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് സ്പ്ലിറ്റിംഗ് സെക്യൂരിറ്റീസ്. അതായത് ആഫ്റ്റർ പർച്ചേസിംഗ് ദി അസറ്റ് ദ SPV സ്പ്ലിറ്റ് ദ പൂൾ ഓഫ് അസറ്റ് ഇൻ ടു സെക്യൂരിറ്റീസ് അക്കോർഡിംഗ് ടു ദെയർ മെച്യൂരിറ്റി ഡേറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ് ഈ പൂളിംഗ് കഴിഞ്ഞതിന് ശേഷം SPV അസറ്റ് വാങ്ങും. SPV അസറ്റ് വാങ്ങിയതിനു ശേഷം ആ അസറ്റിനെ അവർ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതിന്റെ മെച്യൂരിറ്റി ഡേറ്റിനും ഇൻട്രസ്റ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് SPV എന്ത് ചെയ്യുന്നു? ആ സെക്യൂരിറ്റിനെ ഇൻവെസ്റ്റർക്ക് വിൽക്കുന്നു. ദീസ് സെക്യൂരിറ്റീസ് ആർ നോൺ ആസ് പേ ഓർ പാസ് ത്രൂ സർട്ടിഫിക്കറ്റ്, PTCs എന്നറിയുന്നു. പേ ഓർ പാസ് ത്രൂ സർട്ടിഫിക്കറ്റ്. The SPV use the proceeds from sale of security to pay the originator for the asset taken over. അടുത്താണ് ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ്. ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഈ സെക്യൂരിറ്റീസ് PTCസിനെ എന്ത് ചെയ്യുന്നു? അവർ റേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ റെപ്യൂട്ടഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്താണ് അവരുടെ കയ്യിൽ നിന്ന് റേറ്റിംഗ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ അതൊരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കും. ആ ക്രെഡിബിലിറ്റി ഇൻവെസ്റ്റർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും. അതുവഴി എന്താണ് വളരെ ഈസിലി എന്താണ് അത് വിൽക്കാൻ സാധിക്കുന്നുള്ളതാണ്. Thus it is liquidity would be enhanced. അതാണ് ഇതിന്റെ പ്രത്യേകത, ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ്.
then selling security, last process selling by relying upon the rating. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ വിശ്വസിച്ച് കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റീസിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. They get interest on the securities purchased. The proceeds of the sale of securities are used to pay the originator. അടുത്ത ടോപ്പിക്കാണ്. അപ്പം ജസ്റ്റ് ടോപ്പിക് ഞാൻ എന്താന്ന് കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സെക്യൂരിറ്റൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു തരത്തിൽ ഫാക്ടറിങ്ങിൻ്റെ ആണോ വെച്ചാൽ അതല്ല, എന്നാൽ അത് റിസീവബിൾസ് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന വേറൊരു രീതിയാണ് ഈ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് 5-6 പാർട്ടീസ് ഉണ്ട്. ഈ പാർട്ടീസ് 7 പാർട്ടീസാണ് ഇവിടെ ഉള്ളത്. പിന്നെ 5 സ്റ്റെപ്സും പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രകാരം ഇതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സെക്യൂരിറ്റൈസേഷൻ. അടുത്തതാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്? ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ഈസ് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ ടെക്നിക് ടു സോൾവ് ഫിനാൻഷ്യൽ പ്രോബ്ലം. ഫിനാൻഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. Financial engineering sometimes referred to as quantitative analysis. It is used by regular commercial banks, investment banks, insurance agencies, and hedge funds, etc. ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് എന്ന് പറയാം. ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഇൻഷുറൻസ് ഏജൻസീസ് ഒക്കെയാണ് ഈ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ആൾസോ നോൺ ആസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓർ ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്കൽ ഫിനാൻസ് ഓർ കമ്പ്യൂട്ടേഷണൽ ഫിനാൻസ് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രൊഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഡെറിവേറ്റീവ്, പോർട്ട്ഫോളിയോ ഇൻഷുറൻസസ്, സോപ്പ്, എക്സോട്ടിക്സ് ഇതൊക്കെയാണ് അതിന്റെ മെയിൻ പ്രോഡക്ട്സുകൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതും ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ഇതിന് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ.